ആലപ്പുഴ ആലപ്പുഴയ്ക്ക് പ്രാധാന്യം ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയുടെ പ്രാധാന്യം നമുക്ക് കിട്ടുന്നത് അമ്പലപ്പുഴ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് പറയാനാണ് എനിക്കിഷ്ടം. കാരണം ശബരിമലയുടെ ചരിത്രം അതിനൊരു പ്രൗഢമായൊരു ചരിത്രമുണ്ട്. പക്ഷെ ആ ചരിത്ര വിഷയത്തിലേക്ക് ആരും പോയിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം. ഇപ്പോൾ ഈ ശബരിമലയിലേക്ക് വരുന്ന പേട്ടതുള്ളൽ, അമ്പലപ്പുഴ പേട്ടതുള്ളലിൻ്റെ ഒരു നമുക്ക് ഏകദേശം അതിൻ്റെ രൂപം കിട്ടുന്നത് ശബരിമലയെ സംബന്ധിച്ച് കിട്ടുന്ന പ്രാചീന മായ ചില രേഖകളെന്ന് പറയാൻ പറ്റില്ല, തെളിവുകളെന്ന് പറയുന്നത് സേവങ്ങൾ അഥവാ ശേവങ്ങൾ എന്ന് പറയുന്ന പാട്ടുകളാണ്. അത് പാണ്ഡിശേവം, പുലശേവം, ഈഴശേവം, പൂങ്കൊടി ശേവം തുടങ്ങിയ കുറേ നാടൻ പാട്ടുകളാണ്. സേവമാവണം ശേവമായി മാറിയത്. ഇതിൽ ഈഴശേവം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഈ ഈഴശേവത്തിൽ അമ്പലപ്പുഴ വച്ച് ഒരു കപ്പൽ പണി ചെയ്യുന്നതും കച്ചവടക്കാർ ഈഴത്തേക്ക് പോകുന്നതും അവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്നതും ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അങ്ങോട്ട് പോകുന്നതും അയ്യപ്പൻ അതിന് പിന്തുണ കൊടുക്കുന്നതുമായ ഒരു പാട്ടാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ ആദ്യകാലം മുതലേ, ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലപ്പുഴയെ കാണാതെ പൊക്കൂടല്ലോ, ഒരു തുറമുഖമായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പുറക്കാട് ഒരു വലിയ തുറമുഖം, അതിന് ബർക്കരെ എന്നാണ് ടോളമിയും ഞാൻ നേരത്തെ പറഞ്ഞ വിദേശികളൊക്കെ എഴുതിയിരിക്കുന്നത്. 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിനെ കുറിച്ച് എഴുതിയ ടോളമിയും നമ്മുടെ പ്ലീനിയൊക്കെ പറഞ്ഞത് ബർക്കരെ എന്നാണ്. ബർക്കരെ പുറക്കാടാണ് എന്നാണ് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ വെച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അന്യമായിരുന്നൊരു കാലം, പല്ലക്കിലൂടെ രാജാക്കന്മാരും കാൽനടയായി സാധാരണക്കാർ യാത്ര ചെയ്തിരുന്ന കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ യാത്രാ സംവിധാനം എന്ന് പറയുന്നത് തുറമുഖങ്ങൾ വഴി, കായൽ വഴി, കടൽ വഴി. അങ്ങനെയെങ്കിൽ ആദ്യകാലം മുതൽ തന്നെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, പുറക്കാട് തുടങ്ങിയ ഭാഗങ്ങൾ വലിയ കച്ചവട കേന്ദ്രമായിരിക്കണം. കാരണം നമുക്ക് മലമ്പ്രദേശങ്ങളിൽ നിന്നുള്ള കുരുമുളക് 2 തരത്തിലേ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. യൂറോപ്യന്മാർ വരുന്നതിന് മുമ്പ് ഒന്ന് നമ്മുടെ മലവഴി ഇറങ്ങി വരുന്ന പാണ്ടി വണിക്കുകളും കടൽ വഴി വരുന്ന അറബി കച്ചവടക്കാരുമാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയൊരു കച്ചവട കേന്ദ്രമായിരുന്നു ഒരു പക്ഷേ ഏതാണ്ട് പോർട്ടുഗീസുകാർക്ക് 1-ാം നൂറ്റാണ്ട് മുതൽ 1-2 നൂറ്റാണ്ട് മുതൽ ഈ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുന്ന പുറക്കാട്, അമ്പലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങൾ വലിയ കച്ചവട കേന്ദ്രമായിരുന്നു. ഇതിന് പിന്നൊരു സ്റ്റേജുണ്ട്. ഇത് കഴിഞ്ഞ് ഏതോ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രശസ്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കണം. പിന്നീട് ആലപ്പുഴ പട്ടണത്തിനെ നിർമ്മിക്കുന്നത് രാജാ കേശവദാസനാണ്. രാജാ കേശവദാസൻ്റെ കാലത്താണ് ആലപ്പുഴ പട്ടണത്തിനെ പുതുക്കുന്നതും വിദേശികളായ ആളുകളെ അവിടെ കച്ചവടക്കാരായി കൊണ്ടുവരുന്നതും. അതിലാണ് വളരെ പ്രധാനപ്പെട്ട ഗുജറാത്തികളും ഇവിടെ നമ്മുടെ തിരുനെൽവേലിയിൽ നിന്ന് വന്ന ശൈവ വെള്ളാളരും. അത് ശൈവ വെള്ളാളരുടെ കാര്യം ഞാൻ എടുത്തു പറയുന്നതിന് കാരണം ആ കുടുംബത്തിൽ നിന്ന് 2 പ്രതിഭകളെ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൊഫസർ സുന്ദരംപിള്ള, അദ്ദേഹം അറിയാം, ഇവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന് ആർക്കിയോളജിയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മകനായ PS നടരാജപിള്ള, റവന്യൂ മന്ത്രിയായിരുന്ന ആദ്യത്തെ ഭൂനയ ബില്ലൊക്കെ അവതരിപ്പിച്ച ആൾ. അപ്പോൾ അങ്ങനെ ആലപ്പുഴയ്ക്ക് കച്ചവട പ്രാധാന്യം ഉണ്ട്. അതിൻ്റെ കൂടെ വളരെ കൗതുകകരമായ ഒരു കാര്യം കൂടി, എൻ്റെ നാട്ടിൻ്റെ ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞ് നമുക്ക് ആലപ്പുഴയുടെ ചരിത്രം പറയാം. കാരണം ഈ ആലപ്പുഴ ഒരു ഹോൾസെയിൽ ബിസിനസ് കേന്ദ്രമായി, മലഞ്ചരക്കുകളുടെ ഹോൾസെയിൽ ബിസിനസ് കേന്ദ്രമായി ഏതാണ്ട് 1950കളിലൊക്കെ അതുവരെ വളരെ പ്രാധാന്യത്തോടു കൂടി നിലനിന്നു. അന്ന് നെടുമങ്ങാട് തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന 2 താലൂക്കുകളാണ്. ഒന്ന് പത്തനാപുരവും രണ്ടാമത്തത് നെടുമങ്ങാട് താലൂക്കുമാണ്. അപ്പോൾ നെടുമങ്ങാട് താലൂക്കിലെ കുരുമുളക്, സാധാരണ കർഷകർ ഉൽപ്പാദിപ്പിച്ച കുരുമുളക് കല്ലറ എന്ന് പറയുന്ന കല്ലറ മാർക്കറ്റിലെത്തും. അവിടെ വന്ന് ഹോൾസെയിൽ മാർക്കറ്റ് കച്ചവടക്കാർ വാങ്ങി ആലപ്പുഴ കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ കല്ലറയ്ക്കൊരു പുതിയ പേര് കിട്ടി, കൊച്ചാലപ്പുഴ.
അപ്പോൾ ആലപ്പുഴയും ഉണ്ട്, കൊച്ചാലപ്പുഴയും ഉണ്ട്. രണ്ടും കുരുമുളക് മലഞ്ചരക്കിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റുകളായിരുന്നു. അതൊരു പുത്തൻ സംസ്കാരം തന്നെ നമുക്കവിടെ രൂപപ്പെട്ടു. അതിലെ കൊങ്ങിണികളുടെ ഒരു ഇതുണ്ട്, അതൊരു വലിയ ചരിത്രമാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് മാറ്റിവെക്കാം.